ഹലോ സ്റ്റുഡൻസ്, ഹൗ ആർ യു? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. ചാപ്റ്ററിൻ്റെ പേരായിരുന്നു എന്ത്? റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം. ഓക്കെ, എല്ലാവരും പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ആ ചാപ്റ്റർ നമുക്ക് ഒന്നുകൂടെ ജസ്റ്റ് സമ്മറൈസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്ത കാര്യങ്ങൾ, ചാപ്റ്ററിൻ്റെ പേര് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം. അപ്പോൾ എന്തായിരുന്നു റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എന്തായിരുന്നു റീപ്രൊഡക്ഷൻ? എവറി ഓർഗാനിസം പ്രൊഡ്യൂസേഴ്സ് ഇറ്റ്സ് ഓൺ യങ് വൺസ്, അല്ലെ? ഒരു ഓർഗാനിസം അതിൻ്റെ തന്നെ യങ് വൺസിനെ ഉണ്ടാക്കുന്ന പ്രോസസ്സിന് എന്ത് പറയാം? റീപ്രൊഡക്ഷൻ എന്ന് പറയാം. ആ യങ് വൺസിന് പറയുന്ന പേരാണെന്ത്? ഓസ്പ്രിങ് എന്ന് പറയാം. ഓസ്പ്രിങ് എന്നുള്ളൊരു ടേം ഇപ്പോൾ നോട്ട് തന്നതിലാണെങ്കിൽ ക്ലാസ് എടുത്തതിലൊക്കെ കേട്ടിട്ടുണ്ടാകും. ഓസ്പ്രിങ് എന്ന് പറഞ്ഞാൽ യങ് വൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉണ്ടാവുന്ന യങ് വൺസിന് പറയുന്ന പേരാണെന്ത്? ഓസ്പ്രിങ്സ്. ഓക്കെ, അതേപോലെ നെക്സ്റ്റ് ടേം ലൈഫ് സ്പാൻ, ഒരു ടേം നമ്മൾ പഠിച്ചു. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടേം ആൻഡ് ദിസ് ഫ്രീക്വൻറ്റ്ലി ആസ്കിങ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ലൈഫ് സ്പാൻ? ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പീരീഡ് ഫോർ വിച്ച് എൻ ഓർഗാനിസം ലിവ്സ്. ഒരു ഓർഗാനിസം ജീവിക്കുന്ന ആ ഒരു ലൈഫ് സ്പാൻ, ആ ഒരു പീരീഡിന് പറയുന്ന പേരാണെന്ത്? ലൈഫ് സ്പാൻ. ക്ലിയർ? എന്നുവെച്ചാൽ ഫ്രം ബർത്ത് ടു ഡെത്ത്, ഒരു ഓർഗാനിസത്തിൻ്റെ ബർത്ത് തൊട്ടിട്ട് അതിൻ്റെ ഡെത്ത് വരെ, നാച്ചുറലായിട്ട് നടക്കുന്ന ഡെത്ത് വരെയുള്ള ടൈമിന് എന്ത് പറയാം? ലൈഫ് സ്പാൻ എന്ന് പറയാം. ഈ ലൈഫ് സ്പാൻ ഓരോ ഓർഗാനിസത്തിലും എങ്ങനെയായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. എക്സാമ്പിൾ, കുറച്ച് എക്സാമ്പിൾ അന്ന് ഞാൻ മെൻഷൻ ചെയ്തു. ടെക്സ്റ്റ് ബുക്കിൽ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. ഐ ഗേവ് യു ആസ് എൻ അസൈൻമെൻറ്റ്. ഓക്കെ, അപ്പോൾ ലൈഫ് സ്പാൻ്റെ കേസിൽ, ഇൻ കേസ് ഓഫ് ഹ്യൂമൺ ലൈഫ് സ്പാൻ എത്രയാണെന്ന് ഓർമ്മയുണ്ടോ? 100 years ആയിരുന്നു ഹ്യൂമൻ ബീങ്സിൻ്റെ ലൈഫ് സ്പാൻ. ബർത്ത് ടു ഡെത്ത് പറയുന്ന ഒരു ആവറേജ് അളവാണ് പറയുന്നത് 100 years. ഓക്കെ, അതേപോലെ മെയ് ഫ്ലൈ എന്ന് പറഞ്ഞിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ഷോർട്ടസ്റ്റ് ലൈഫ് സ്പാൻ എക്സാമ്പിളാണ്. എത്രയായിരുന്നു? 1 day ആയിരുന്നു. അതേപോലെ ടോർട്ടോയ്സിൻ്റെ കേസ് പറഞ്ഞിരുന്നു. അതാണ് എന്ത്? ലോങ്ങസ്റ്റ് ലൈഫ് സ്പാൻ ഉള്ള ഗ്രൂപ്പാണ് എന്ത്? ടോർട്ടോയ്സ്. എത്രയായിരുന്നു പറഞ്ഞത്? 150 years ആണ് അതിൻ്റെ ലൈഫ് സ്പാൻ പറഞ്ഞത്. Clear? Okay, then next reproduction നമ്മൾ ഡിവൈഡ് ചെയ്തു. 2 types. Reproduction are of 2 types: asexual reproduction and sexual reproduction. Okay, asexual means what? Asexual means without the fusion of gametes. Sexual അല്ലാത്ത reproduction ആണ് എന്ത് പറയാം? asexual reproduction. That means here only one parent involved ചെയ്യുന്നതാണ്. One parent is involved and without the fusion of gamete. That is called asexual mode of reproduction. Then second is sexual reproduction. Sexual means 2 parents involved ചെയ്യും with the fusion of gamete. Male gamete, female gamete. Male parent and female parent or both parent involved ചെയ്തിട്ട് ഫ്യൂഷൻ നടക്കുന്ന പ്രോസസ്സാണ് എന്ത്? സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. ക്ലിയർ? അതിനുശേഷം ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിച്ചാണെന്ത്? അസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന, സെക്ഷലി ഫോം ചെയ്യുന്ന ഓർഗാനിസം മീൻസ് ദേ ആർ എക്സാക്ട്ലി സിമിലർ ടു ദർ പാരൻസ്. ക്ലിയർ? അസെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ ഉണ്ടാകുന്ന ഓർഗാനിസം പാരൻസിന് സിമിലർ ആയിരിക്കും. പാരൻസിനെ പോലെ തന്നെ ഉണ്ടാകുന്നത് കാരണം ദേ ആർ സ്പെഷ്യലി കോൾഡ് ക്ലോൺസ്. ഓക്കെ, and this term, it is also a very important term. Clones means why asexual offsprings are called clones. The question ആണ് next question, important question. Why they are called clones? Because they are exactly similar to their parents. The clones offsprings are exactly similar to their parents, so they are called clones. Okay, then next നമ്മൾ എന്താ പഠിച്ചത്? ഡിഫറെൻറ്റ് മോഡ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന ഡിഫറെൻറ്റ് മോഡ്, ഡിഫറെൻറ്റ് വേസ് ആണ് പഠിച്ചത്. ദെൻ ദ ഫസ്റ്റ് വൺ, ദാറ്റ് ഇസ് സെൽ ഡിവിഷൻ. സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സിംപ്ലി സെൽ, പാരന്റ് സെൽ ഡിവൈഡ്സ് ആൻഡ് ഫോം ഡോട്ടർ സെൽ. ഒരു സെൽ ഡിവൈഡ് ചെയ്യുക, പുതിയ പുതിയ സെൽസ് ഉണ്ടാവുക. ദാറ്റ് മീൻസ് വൺ ഓർഗാനിസം ഡിവൈഡ് ചെയ്ത് സിംപ്ലി ഡിവൈഡ്സ് ആൻഡ് ഫോം അനദർ ഓർഗാനിസം ഓർ ഓസ്പ്രിങ്സ്. സച്ച് മോഡ് ഇസ് കോൾഡ് സെൽ ഡിവിഷൻ. എക്സാമ്പിൾ, എവിടെയൊക്കെയാണ് എക്സാമ്പിൾ പഠിച്ചത്? സെൽ ഡിവിഷൻ ഇൻ കേസ് ഓഫ് ബാക്ടീരിയ. ബാക്ടീരിയ വരുന്ന ഗ്രൂപ്പിന് പറയുന്ന പേരായിരുന്നത് മൊനീറൻസ് എന്നാണ് പറയാം. മൊനീറ. ബാക്ടീരിയ വരുന്ന, ബാക്ടീരിയ സിംപ്ലി, ബാക്ടീരിയ പാരന്റ് സെൽ സിംപ്ലി ഡിവൈഡ്സ് ആൻഡ് ഫോം 2 daughter cell. This type of mode is called cell division. Okay, then second means what? Binary fission. Binary fission means similar to this cell division, but bi means what? 2. That means 2 offsprings are formed in case of a binary fission. One parent cell divides and form 2 daughter cells. That is called a binary fission. Example, amoeba. Amoeba, in case of amoeba and in case of paramecium, binary fission mode of asexual method is same. Okay, then the third type means what? Budding. Budding means
production of a bud. Bud means if it is a parent cell, then this parent cell produce an external outgrowth. This outgrowth is called what? Bud. Finally, this bud is detached from this parent body and develop as a individual organism. External outgrowth is called bud. Parent cell produces external outgrowth, that is bud. This bud detached from parent body and develops as an individual organism. Such mode is called budding. This type is found in case of yeast. Yeast means, what is yeast? Yeast എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? Yeast means it is an example for a fungus. Fungus കാറ്റഗറിയിൽ വരുന്നതാണ്. It is സിംഗിൾ സെല്ലുലാർ ആയിട്ടുള്ള ഫംഗസിന് പറയുന്ന എക്സാമ്പിൾ ആണിത് ഈസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഇൻ കേസ് ഓഫ് ഹൈഡ്ര. ഹൈഡ്ര നമ്മൾ കേട്ടതായിരിക്കും. ഹൈഡ്രയും റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് പാരന്റ് ബോഡി പ്രൊഡ്യൂസേഴ്സ് എൻ എക്സ്റ്റേണൽ ബഡ് ആൻഡ് ദിസ് ബഡ് ഡിറ്റാച്ചസ് ആൻഡ് ഫോം എ ന്യൂ ഓർഗാനിസം. ക്ലിയർ? സോ ബഡിങ് എക്സാമ്പിൾ ഈസ്റ്റ്, ഹൈഡ്ര. Cell division example bacteria, okay, and amoeba also example for cell division, and here also binary fission and amoeba and paramecium. Clear? Then next category, what is zoospore, is another mode. Zoospore means this type is present in case of algae and fungi. Algae, fungi +1 ഓൾറെഡി നമ്മൾ പഠിക്കുന്നതാണ് ആൽഗെ എന്താണെന്നൊക്കെ ഉള്ളത്. ഫംഗസിന്റെ കേസിലൊക്കെ ഉണ്ടാകുന്നതാണ് സൂസ്പോർ. ആൽഗയിൽ തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ്, ദാറ്റ് ഈസ് ക്ലാമിഡോമോണാസ്. Chlamydomonas means it is a single cellular algae. Example are single cell. If it is this Chlamydomonas body, zoospores are produced inside. The zoospore means it is a motile structure, microscopic motile structure. Motile means what? Motile means moving, move ചെയ്യാൻ കഴിവുള്ള, that means flagella like structures, moving structures ഉള്ള മൈക്രോസ്കോപ്പിക് സ്ട്രക്ചേഴ്സിനാണ് എന്ത് പറയുക? സൂസ്പോർ. ഈ സൂസ്പോർ ഉപയോഗിച്ച് നടക്കുന്ന റീപ്രൊഡക്ഷൻ ആണ് ഇത് സൂസ്പോർ. എക്സാമ്പിൾ ക്ലിയർ? ആൽഗെ ആൻഡ് ഫംഗസ്. ദ നെക്സ്റ്റ് കാറ്റഗറി ഈസ് കൊണീഡിയ. കൊണീഡിയ example what? You can apply this example in case of fungi again, that is example penicillium. Penicillium ഫസ്റ്റ് ആൻറ്റിബയോട്ടിക് പെനിസിലിൻ എക്സ്ട്രാക്ട് ചെയ്ത ഫംഗസ് ആണത് പെനിസിലിയം. ക്ലിയർ? ഈ പെനിസിലിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താണ് കൊനീഡിയ എന്ന് പറയുന്ന സ്ട്രക്ചർ, ദാറ്റ് മീൻസ് അസെക്ഷൽ മോഡാണ്. അത് എങ്ങനെയാണ് ചെയ്യുക? പെനിസിലിയം എന്ന് പറയുന്ന ഫംഗസിന്റെ ബോഡി പാർട്ട് ഇതാണെങ്കിൽ അതിന് ബോഡി എക്സ്റ്റേണൽ ആയിട്ട് ഫോം ചെയ്യുന്ന ബഡ് ലൈക്ക് സ്ട്രക്ചർ. ക്ലിയർ? പക്ഷെ ഇതെന്തല്ല, മോട്ടൈലല്ല, മൂവ് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ല, എക്സ്റ്റേണലി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ്. ഈ ഓരോന്നിനാണ് എന്ന് പറയാം കൊനീഡിയ എന്ന് പറയാം. ഈ കൊനീഡിയ ഫൈനലി ഡിറ്റാച്ച് ആൻഡ് ഫോം അനദർ ഇൻഡിവിജ്വൽ. ക്ലിയർ? അപ്പം ഈ കൊനീഡിയ എക്സാമ്പിൾ ഫംഗസ്. ക്ലിയർ? പെനിസിലിയം. and you can apply many more example from this fungi category. Then the next type is called gemmules. Gemmules means കാണുന്ന എവിടെയാണ്? സ്പോഞ്ചസിന്റെ കേസിൽ കാണുന്നതാണ് ജെമ്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതേപോലെ തന്നെയുള്ള ബഡ് ലൈക്ക് സ്ട്രക്ചർ, ബട്ട് ജെമ്യൂൾസിന്റെ കേസിലാണെങ്കിൽ ദിസ് is found inside the body. Bud like structure formed inside the body. ബോഡിക്ക് ഉള്ളിൽ ഫോം ചെയ്യുന്ന സ്ട്രക്ചർ ആണ് എന്ത്? ജെമ്യൂൾസ്. എക്സാമ്പിൾ എന്താ? സ്പോഞ്ചസ്. ക്ലിയർ? Then last category, that is vegetative reproduction. Vegetative reproduction എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? These asexual methods. ഇതൊക്കെ വേറെ ഓർഗാനിസത്തിന്റെ കേസ് പറഞ്ഞു. When this asexual mode of reproduction found in case of plants. പ്ലാന്റ്സിന്റെ കേസിൽ നടക്കുന്ന അസെക്ഷൽ റീപ്രൊഡക്ഷന് സ്പെഷ്യൽ ആയിട്ടൊരു പേര് കൊടുക്കുക, ദാറ്റ് ഈസ് കോൾഡ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഒക്കേഴ്സ് ഇൻ കേസ് ഓഫ് പ്ലാന്റ്സ് ആർ സ്പെഷ്യലി കോൾഡ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. ദാറ്റ് മീൻസ് plants have different vegetative parts. Example stem, leaves, root, they are examples for vegetative part. അപ്പോൾ ഈ ഏതൊരു ഭാഗത്ത് ഉപയോഗിച്ചിട്ടും പുതിയ യങ് വൺസിനെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനാണ് എന്താ പറയുക? വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. അപ്പോൾ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന vegetative parts, an example stem or leaf or root, they are called vegetative propagule എന്നാണ് പറയുക. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയും. ആൻഡ് ദ പാർട്ട് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഈസ് കോൾഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗമാണത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ആണ്. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. വാട്ട് ഈസ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഓഫ് ഓർ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ?
sexual reproduction in plants are vegetative propagation. Okay, vegetative propagules examples are first one here it is runner, then second is sucker, then third is rhizome, then next tuber, then bulb, offset. Okay, this term are very very important for your theory and practical exam also. So first one, runner. Runner means in case of a subaerial stem, that means already you studied in your +1 classes, that is aerial stem, subaerial stem, underground part. Okay, subaerial stem means weak stemmed plants are called subaerial stem. Weak stem, erect ആയിട്ട് വളരാൻ പറ്റാത്ത weak stemmed creepers ന് പറയുന്നതാണ് ഇത് subaerial എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ കേസിൽ കാണുന്ന സ്ട്രക്ചറാണ് ഇത് റണ്ണർ. എക്സാമ്പിൾ, that means if it is a creeper or plant, a stem has a different part, that means a node region is there, and in between two node this part is called a internode. Okay, internode, and these parts are called a node. Okay, and plants produces leaves and root from this nodal region. Leaves above part it produces leaves, and underground this part is called root. Okay, from nodal region this creepers produces leaves towards upwards and root towards downwards. In between two nodes, adjacent nodes, this area is called internode. Here in this case of a runner, this internode is a very long and slender. That is the character. Long, slender. Slender means thin. Long, slender internode subaerial stem. They are called a runner. And how this runner helps in vegetative propagation? Okay, listen here. When this part is cut, that means ഇതിന് ഇടയിൽ നമ്മൾ ഈ ഇന്റർനോഡ് റീജിയൻ കട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇത് സെപ്പറേറ്റ് പ്ലാന്റ്സ് ആയിട്ട് വളരും. ഓക്കെ, ദാറ്റ് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് റണ്ണർ. Clear? Then the important points are long, slender internodes are called runner. Example, you can apply grasses as example. Then mint. Mint means അറിയാം, mint എന്താണെന്നുള്ളത് അറിയാം. ആ mint example ആണ്. Then one more term is there, centella. Centella means ഒരു പ്ലാന്റിൻ്റെ പേരാണ്. ഓൾറെഡി പ്രാക്ടിക്കൽ എക്സാം വരുമ്പോൾ ഡൈക്കോട്ട് സ്റ്റെം ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്നതാണ്. സെൻറ്റല്ല എന്ന് പറയുന്ന കോമൺ പ്ലാന്റ്. ക്ലിയർ? Then second example is sucker. The sucker is also in case of this subaerial stem, that is weak stem ആയിട്ട് വളരുന്ന പ്ലാന്റ്സിൻ്റെ കേസിൽ കാണുന്നതാണ് സക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സക്കർ മീൻസ് ദ സെയിം കേസ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം. ഇപ്പോൾ ഇതൊരു പ്ലാന്റ്, അതിന് റൂട്ട് കാണാം, മീൻസ് ഇത് ഗ്രൗണ്ട് ലെവൽ. വെൻ ദിസ് ടൈപ്പ് ഓഫ് the stem produces branches in underground portion, and here it is again produces leaves, and from this region a root produces. That means when this runner goes through below the soil surface, it is called a sucker. അപ്പോൾ ഈ ഭാഗം ഇതേപോലെ തന്നെ കട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ? രണ്ട് പ്ലാന്റ്സ് ആയിട്ട് വളരാൻ പറ്റും. അണ്ടർഗ്രൗണ്ട് റണ്ണറിന് പറയുന്ന പേരാണ് ഇത് ആക്ച്വലി സക്കർ. എക്സാമ്പിൾ, ഗ്രാസസിൻ്റെ കേസിൽ തന്നെ ഗ്രാസസ് വളരുന്ന മെത്തേഡ് നോക്കുമ്പോൾ അതിൽ ഈ സക്കർ മോഡ് കാണാൻ കഴിയും. ക്ലിയർ? അപ്പം റണ്ണർ, ദെൻ സെക്കൻഡ് ഈസ് സക്കർ. ദെൻ തേർഡ് വൺ, റൈസോം. ഓക്കെ, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. റൈസോം. റൈസോം മീൻസ് എക്സാമ്പിൾ ജിഞ്ചർ ആൻഡ് ടർമറിക്. അറിയാം ജിഞ്ചർ എന്താ, ടർമറിക് എന്താണെന്നുള്ളത് അറിയാം. ഹിയർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇസ് ദേ ആർ horizontally growing underground stem. Horizontally grow ചെയ്യുന്ന underground stem. Ginger, turmeric എന്ന് പറയുമ്പോൾ actually they are not root. They are underground stem modification. That means this plant store reserve food material in its underground stem part. And horizontally they are grow underground part. Clear? They are called rhizome. Example, ginger, turmeric. Just 3 points note ചെയ്ത് വെക്കുക. What is rhizome? It is horizontally growing underground stem modification is called rhizome. Example, ginger, turmeric. Clear? Then next, fourth one is tuber. Again this tuber is also very very important term. Rhizome,
tuber, bulb. These are important for a practical examination also. Then tuber means example potato. Potato also is an underground stem modification. Potato is not the root modification. Actually they are underground stem modification. ഒരു സ്റ്റെമ്മിൻ്റെ ഒരു പ്ലാന്റിൻ്റെ സ്റ്റെം സോയിലിന് മുകളിൽ കാണുന്നുണ്ടാവും, സോയിലിന് താഴെ കാണുന്നുണ്ടാവും. അപ്പോൾ സോയിലിന് താഴെയായിട്ട് വരുന്ന സ്റ്റെമ്മിൻ്റെ ഭാഗത്തിന് എന്ത് പറയാം, അണ്ടർഗ്രൗണ്ട് സ്റ്റെം. ആ ഫുഡ് സ്റ്റോർ ചെയ്യുന്ന ഭാഗം അവിടെയാണെങ്കിൽ അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ എന്ന് പറയും. ഇനി ആ പൊട്ടാറ്റോ നോക്കിക്കഴിഞ്ഞാൽ പൊട്ടാറ്റോ ഹാസ് സം ഡിപ്രഷൻ, കുഴിഞ്ഞിരിക്കുന്ന ഭാഗം കാണാം. ആ ഡിപ്രഷൻ പാർട്ട് ഈസ് കോൾഡ് ഐ ഓഫ് പൊട്ടാറ്റോ. പൊട്ടാറ്റോൻ്റെ ഐ എന്നാണ് പറയുക, ഐ ഓഫ് പൊട്ടാറ്റോ. അപ്പോൾ പൊട്ടാറ്റോ കുറേ ദിവസം ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ പൊട്ടാറ്റോൻ്റെ മുകളിൽ ഇങ്ങനെ മുളച്ച് വരുന്ന കാണാം. അപ്പോൾ ആ ഗ്രോത്ത്, ആ ബഡ് ഫോം ചെയ്യും. ആ ബഡ് ഫോം ചെയ്യുന്നതൊക്കെ എവിടെ നിന്നായിരിക്കും, ആ ഐ, ആ ഒരു ഡിപ്രഷൻ പാർട്ട് നിന്നാണ് ഉണ്ടാവുക. അപ്പോൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഭാഗമാണിത്. ആക്ച്വലി ദിസ് ഡിപ്രഷൻ മീൻസ് ഇറ്റ്സ് നോഡ് റീജിയൻ ആണ് ഡിപ്രഷനായിട്ട് മോഡിഫൈ ചെയ്യുന്നത്. എനിവേ ദിസ് ഡിപ്രഷൻ പാർട്ട് ഈസ് കോൾഡ് ഐ ഓഫ് പൊട്ടാറ്റോ. സോ ട്യൂബർ എക്സാമ്പിൾ പൊട്ടാറ്റോ. പൊട്ടാറ്റോ ഓൾസോ അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ. ദെൻ നെക്സ്റ്റ് ടേം ആണ് എന്ത്, ബൾബ് എന്ന് പറഞ്ഞു. ബൾബ് എക്സാമ്പിൾ ഒനിയൻ. ഒനിയൻ എന്ന് പറയുമ്പോൾ അതും എന്ത് തന്നെയാണ്, അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. അപ്പോൾ പൊട്ടാറ്റോ ആണെങ്കിലും ഒനിയൻ ആണെങ്കിലും ജിഞ്ചർ, ടർമറിക് ഏതാണെങ്കിലും എന്ത് ചെയ്യും, കുറേ കാലം കഴിഞ്ഞാൽ വീണ്ടും അത് മുളച്ച് വരുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പുതിയ പ്ലാന്റിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ദേ ആർ കോൾഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ്. ഒനിയൻ്റെ കേസിലാണെങ്കിലും എന്താണ്, ഒനിയൻ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ ഇവിടെ താഴെ ഇതുപോലൊരു ഹാർഡ് പോർഷൻ കാണാം, ഒരു ഡിസ്ക് ലൈക്ക് സ്ട്രക്ചർ കാണാം. ആക്ച്വലി അതാണ് അതിൻ്റെ എന്ത്, സ്റ്റെം എന്ന് പറയുന്ന ഭാഗം. അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫൈ ചെയ്തിട്ടുള്ള ആ ഒരു ഡിസ്ക് ടൈപ്പ് പാർട്ട്. നമ്മൾ എഡിബിൾ ആയിട്ട് നമ്മൾ കഴിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് എന്താ, അതിൻ്റെ സ്കെയിൽ ലീവ്സ് ആണ്. ഈ ടേം ഒക്കെ ഓൾറെഡി +1 നമ്മൾ പഠിക്കുന്നതാണ്. സ്കെയിൽ ലീവ്സ് ആണ്. ആ സ്കെയിൽ ലീഫിലാണ് എന്ത് ചെയ്യുന്നത്, ബൾബ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഒനിയൻ സ്റ്റോർ റിസർവ് ഫുഡ് മെറ്റീരിയൽ ഇൻ ഇറ്റ്സ് സ്കെയിൽ ലീവ്സ്. Then stem is a compressed disc-like structure. This type of modification is called a bulb. Okay. Then the next one, offset. One more example is there. One more example for a vegetative propagule is a offset. Offset means here runner means what? Runner എന്തായിരുന്നു പഠിച്ചത്? They are a long slender internode. Internode നല്ല നീളമുള്ളതാണ്. നോഡിൻ്റെ ഇടയിൽ internode ക്ലിയർ ആണ്, ലോങ് ആണ്. പക്ഷേ ഇവിടെ ഓഫ്സെറ്റിൻ്റെ കേസിലാണെങ്കിൽ ഷോർട്ട് തിക്ക്, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരിക. ഷോർട്ട് തിക്ക് ഇന്റർനോഡ്സ് ആണെങ്കിൽ അതിന് പറയുന്നതാണ് എന്ത്, ഓഫ്സെറ്റ് എന്ന് പറയുക. രണ്ട് നോഡിനിടയിലുള്ള സ്പേസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അതിൻ്റെ ആ നോഡൽ റീജിയൻ, ഇന്റർനോഡൽ റീജിയൻ എന്തായിരിക്കും, കട്ടി കൂടിയതാണെങ്കിൽ അതിനാണ് എന്ത് പറയാം, ഓഫ്സെറ്റ്. അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്ന പ്ലാന്റ് ആണെന്ത്, ഐക്കോർണിയ എന്നാണ്. ആ പ്ലാന്റിൻ്റെ പേര് ഓർമ്മിച്ച് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഐക്കോർണിയ വേറെ തന്നെ അതിനെ പറ്റി ചോദിക്കാറുണ്ട്. അപ്പോൾ പേര് ഐക്കോർണിയ. ക്ലിയർ? കുളവാഴ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് എന്ത്, ഐക്കോർണിയ. ഓക്കെ. അപ്പോൾ നമ്മൾ ഓഫ്സെറ്റ് എക്സാമ്പിൾ എന്താ പഠിച്ചത്, ഐക്കോർണിയ എന്ന് പഠിച്ചു. ഐക്കോർണിയ ക്രാസിപ്പസ് എന്നാണ് അതിൻ്റെ സയൻറ്റിഫിക് നെയിം വരുന്നത്. എന്താ പ്ലാന്റ് ഏതാണ് കോമൺ, നമ്മൾ കുളവാഴയ്ക്ക് പറയുന്ന പേരാണ് എന്ത്, ഐക്കോർണിയ ക്രാസിപ്പസ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഓർമ്മിച്ച് വെക്കേണ്ട ടേംസ് ആണ് എന്ത്, ഐക്കോർണിയ ക്രാസിപ്പസ് ഇസ് ഓൾസോ കോൾഡ് വാട്ടർ ഹയാസിന്ത് എന്നാണ് പറയാം. വാട്ടർ ഹയാസിന്ത് ഓർ ടെറർ ഓഫ് ബംഗാൾ. അപ്പോൾ ഈ 3 പേര് ചോദിച്ചു കഴിഞ്ഞാൽ സെയിം ആൻസർ ആണ് വരിക. ഇനി ഈ പ്ലാന്റിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ അക്വാറ്റിക് പ്ലാന്റ്. കുളവാഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണത്, അക്വാറ്റിക് പ്ലാന്റ് ആണ്. അതുപോലെ ആൻഡ് ദിസ് ഇസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷൻ്റെ ഇൻഡിക്കേറ്റർ ആണ്. ദാറ്റ് മീൻസ് വാട്ടർ പൊല്യൂട്ടഡ് ആണെങ്കിലാണ് എന്ത് ചെയ്യുക, ആ പൊല്യൂട്ടഡ് വാട്ടറിലാണ് ഇതിൻ്റെ ഓവർ ഗ്രോത്ത് ഉണ്ടാവുക. ദാറ്റ് മീൻസ് ഈ പ്ലാന്റ് ഗ്രോത്ത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുമ്പോൾ ഓവറായിട്ട് ആ വാട്ടർ ബോഡിയിൽ കംപ്ലീറ്റ് സ്പ്രെഡ് ആകുമ്പോൾ എന്ത് ചെയ്യും, ആ വാട്ടറിലുള്ള കംപ്ലീറ്റ് ഓക്സിജൻ ആ പ്ലാന്റ് അബ്സോർബ് ചെയ്യുന്നു. ക്ലിയർ? അപ്പോൾ വാട്ടറിൻ്റെ ഡിപ്ലീഷൻ ആണ്, വാട്ടറിൽ ഓക്സിജൻ്റെ ഡിപ്ലീഷൻ ഉണ്ടാവും. ദിസ് കോസ് ഓക്സിജൻ ഡിപ്ലീഷൻ. ഡിപ്ലീഷൻ മീൻസ് എന്താ, ഓക്സിജൻ്റെ ലെവൽ കുറയുക. അപ്പോൾ ഈ പ്ലാന്റ് കംപ്ലീറ്റ് സ്പ്രെഡ് ചെയ്യുമ്പോൾ
ആ വാട്ടറിൽ ഓക്സിജൻ്റെ അളവ് കുറയും. ഓക്സിജനൊക്കെ എന്ത് ചെയ്യും, ആ പ്ലാന്റ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഓക്സിജൻ ഡിപ്ലീഷൻ ഉണ്ടാവും. ഓക്സിജൻ ഡിപ്ലീഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അക്വാട്ടിക് ആയിട്ട് ഓൾറെഡി ഉള്ള ഫിഷസ് ഉണ്ട്, അതർ അക്വാട്ടിക് ഓർഗാനിസം, അതിൻ്റെയൊക്കെ ഗ്രോത്തിന് എന്ത് ചെയ്യും, ഇത് ഓക്സിജൻ ഡിപ്ലീഷൻ എഫക്റ്റ് ചെയ്യും. ആ വാട്ടർ പൊല്യൂട്ടഡ് ആവുന്നു, കളർ ചേഞ്ച്, സ്മെല്ല്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ വാട്ടർ പൊല്യൂഷൻ്റെ ഇൻഡിക്കേറ്റർ ആയിട്ട് തന്നെ കാണുന്നതാണ് എന്ത്, ഐക്കോർണിയ, ക്രാസിപ്പസ്, അതേപോലത്തെ അക്വാട്ടിക് പ്ലാന്റ്സിൻ്റെ ഏത് അക്വാട്ടിക് പ്ലാന്റ്സ് ആണെങ്കിലും അതിൻ്റെ ഓവർ ഗ്രോത്ത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യും, വാട്ടർ പൊല്യൂഷനെ ഇൻഡിക്കേറ്റ് ചെയ്യും. അപ്പോൾ ദിസ് ടു ടേം, റിമെമ്പർ ദിസ് ടു ടേം ഓൾസോ, വാട്ടർ ഹയാസിന്ത് ആൻഡ് ടെറർ ഓഫ് ബംഗാൾ, അങ്ങനെ പറയുന്നതാണ്. പിന്നെ എന്തിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ പഠിച്ചത്, എക്സാമ്പിൾ ഫോർ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ, ദാറ്റ് ഈസ് ഓപ്സെറ്റ്. അപ്പോൾ ഈ സെപ്പറേറ്റ് പേരുകൾ ഓർമ്മിച്ച് വെക്കുക, ചോദിക്കാറുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ഒരു ചെറിയൊരു സെക്ഷനും കൂടെ ഇതിൽ, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ബൈ ലീവ്സ്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, ലീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് എ വെജിറ്റേറ്റീവ് പാർട്ട് ഓഫ് എ പ്ലാന്റ്. അപ്പോൾ ലീഫ് എന്ന് തന്നെ സെപ്പറേറ്റ് പ്ലാന്റ് ഉണ്ടായി വരുന്ന പ്രോസസ്സ്. അപ്പോൾ അതിന് എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാന്റിൻ്റെ പേരാണ് എന്ത്, ബ്രയോഫില്ലം. ഓൾറെഡി ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് ബ്രയോഫില്ലം എന്ന് പറയുന്ന. അപ്പോൾ ആ പ്ലാന്റിൻ്റെ ലീഫ്, അതിൻ്റെ മുകളിൽ ലീഫ് മാർജിൻസ് നിന്ന് ദ പ്രൊഡ്യൂസസ് സെപ്പറേറ്റ് ബഡ്സ്. ആ ബഡ് ഫൈനലി ഡെവലപ്പ് ഇൻ ടു ലീഫ്ലെറ്റ്. A leaflet, this leaflet, when this leaflet detached from this leaf, they later develop as an individual plant. അപ്പോൾ ഇതുപോലെ ലീഫാണ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെയുള്ള പ്ലാന്റിൻ്റെ പേരാണെന്ത്, ബ്രയോഫില്ലം എന്നാണ് പറയുക. ഇലമുളച്ചി എന്നാണ് അതിന് മലയാളത്തിൽ പറയുന്ന പേര്. ഇലയിൽ നിന്നാണ് പുതിയ പുതിയ പ്ലാന്റ് ഉണ്ടായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷനും കൂടെ ഇതിൽ വരും. ക്ലിയർ? Okay students, then let's wind up today's class. Thank you.